രണ്ട് ബ്രാൻഡ് ന്യൂ SUVകൾ, രണ്ടിനും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. ഒന്ന് തന്നെ റോൾ ബാക്ക് ചെയ്ത് അതിൻ്റെ ഓണറിൻ്റെ ജീവനെടുത്തു. മറ്റൊന്ന് ഒരു KSRTC ബസ്സായിട്ട് ഹെഡ് ഓൺ കൊളൈഡ് ചെയ്ത് ആ SUVയിൽ ട്രാവൽ ചെയ്ത 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിലെ സേഫസ്റ്റ് SUVകൾ നമ്മളെ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആദ്യത്തെ ആക്സിഡൻറ്റ് നടന്നത് തൂത്തുക്കുടിയിലാണ്. അവിടെ സെന്തിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹാരി റിവ്യൂ മേടിച്ചിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല. ആ വീഡിയോ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം കാറ് കാണാൻ വന്നിട്ടുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഹാരി റിവ്യൂയുടെ യുണീക്കായിട്ടുള്ള സമൺ മോഡിൻ്റെ ഫീച്ചർ കാണാൻ. അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉള്ളതിൻ്റെ ഭാഗമായിട്ട് സമൺ മോഡ് എന്നുള്ള ഫീച്ചർ നമുക്കറിയാം, വണ്ടി തന്നെ പാർക്കിംഗിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഫീച്ചർ. സോ ആ സമൺ മോഡിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരവിടെ കൂടിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സമൺ മോഡ് പകുതിക്ക് വെച്ച് ഫംഗ്ഷനിൽ നിന്നു. നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച് പോയി കാണാൻ പറ്റും. പുറകിലൊരു ഫോർഡ് ഫിഗോ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. സോ മേ ബി ആ കാറിനെ സെൻസ് ചെയ്തുകൊണ്ടാവാം ഈ ഹാരി റീവി പെട്ടെന്ന് പകുതിക്ക് വെച്ച് സമൺ മോഡ് സ്റ്റോപ്പ് ചെയ്തു. എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ മിസ്റ്റർ സെന്തിൽ ആ സമൺ മോഡ് പിന്നെ റീആക്ടിവേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അത് ഓപ്പൺ ആയില്ല. അദ്ദേഹം ഫോഴ്സ്ഫുള്ളി അതിൻ്റെ ഡോറിനെ അൺലോക്ക് ചെയ്ത് തിരിച്ച് കയറാൻ പോകുന്ന പോയിന്റിൽ എങ്ങനെയോ ഇതിൻ്റെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഡിസെൻഗേജ് ആയി കാറ് തന്നെ പുറയിലേക്ക് റോൾ ചെയ്ത് തുടങ്ങി. ആൻഡ് ആ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അദ്ദേഹം ആ കാറിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിനിടയ്ക്ക് വഴുതി താഴെ വീണ് ആ വീഴ്ചയിൽ ഹെഡ് ഇഞ്ചുറി സംഭവിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. വളരെ ട്രാജിക്കായ ഇൻസിഡൻ്റാണ്. രണ്ടാമത്തെ ആക്സിഡൻറ്റുകൾ നടന്നത് കേരളത്തിലാണ്. രണ്ടും ഥാർ റോക്സ് ആക്സിഡൻറ്റ്. ഒന്ന് ട്രിവാൻഡ്രത്തെ കഴക്കൂട്ടത്ത് എലിവേറ്റഡ് ഹൈവേയുടെ പില്ലറിലേക്ക് ഓവർ സ്പീഡിൽ, അതായത് ന്യൂസ് റിപ്പോർട്ടുകൾ പ്രകാരം ഓവർ സ്പീഡിലായിരുന്ന ഥാർ റോക്സ് വന്ന് ഡയറക്റ്റ്ലി ഹെഡ് ഓൺ ഇടിക്കുകയായിരുന്നു. ആ ക്രാഷിൻ്റെ വിഷ്വൽസ് കണ്ടാൽ തന്നെ നമുക്കറിയാം എത്ര ഭീകരമായിരുന്നു ആ ക്രാഷ് എന്നുള്ളത്. ആ ഥാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അപകടത്തിൽ മരിക്കുകയുണ്ടായി. രണ്ടാമത്തത് ഏറ്റവും ട്രാജിക്കായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് നടന്നത് കൊല്ലത്താണ്. ഒരു ഫാമിലിയിലെ 3 മെമ്പേഴ്സാണ് ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത്. ഈ രണ്ട് SUVകളും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് വളരെ ഫേമസ് ആണ്, മഹീന്ദ്ര വണ്ടികൾ പ്രത്യേകിച്ച്. പക്ഷേ ഈ സേഫ്റ്റി റേറ്റിംഗ്സും ഈ ബിൽഡ് ക്വാളിറ്റിയും ഒരുപക്ഷെ ഇതിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി കാണുമോ? അതിന് ഉദാഹരണമായിട്ട് മറ്റ് താർ ആക്സിഡൻസും കൂടെ നോക്കേണ്ടി വരും. കാരണം പെരുമ്പാവൂർ ഇതുപോലെ താർ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യവശാൽ. പെരുമ്പാവൂർ ആക്സിഡൻറ്റിൽ ക്ലിയർ ആയിട്ട് കാണാം ആ കാറ് വളരെ ഓവർ സ്പീഡിലാണ് വരുന്നത്. ആൻഡ് ഓവർ സ്പീഡ് കൂടി ഈ വണ്ടി അണ്ടർസ്റ്റിയർ ചെയ്യുന്നുണ്ട്. അതായത് സ്പീഡ് കൂടി ഫ്രണ്ട് വീലിൻ്റെ ഗ്രിപ്പ് പോയി വളരെ വൈഡായ ടേൺ എടുത്തിട്ടാണ് ഈ താർ റോക്സ് വരുന്നത്. അത് നേരെ പോയി ഒരു പ്രൈവറ്റ് ബസ്സിൽ ഹെഡ് ഓൺ ഇടിക്കുകയാണ്. ആ ബസ്സിൽ ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് ഈ വിഷ്വൽ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ഇൻന്യൂമറബിൾ വീഡിയോസ് ഉണ്ട്. അതായത് താർ ഹെഡ്സ് നമ്മൾ കളിയാക്കി വിളിക്കുന്ന, അല്ലെങ്കിൽ താർ ഇഡിയറ്റ്സ് നമ്മൾ കളിയാക്കി വിളിക്കുന്ന, താർ കൊണ്ട് തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്ന കുറേ വിഡ്ഢികളുടെ വീഡിയോ. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ ബിൽഡ് ക്വാളിറ്റിയോ കാറിൻ്റെ സേഫ്റ്റി റേറ്റിങ്ങോ നമ്മളെ ഒരു സേഫ് ഡ്രൈവർ ആക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് സൈക്കോളജി കയറി വരുന്നത്. അതായത് പെൽസ്മാൻ എഫക്റ്റ്. 1960s തന്നെ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടന്നിട്ടുണ്ട്. സാം പെൽസ്മാൻ എന്ന് പറയുന്നൊരു പ്രൊഫസർ റോഡ് സേഫ്റ്റിയെക്കുറിച്ച് സ്റ്റഡിയിൽ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാറിൻ്റെ സേഫ്റ്റി കൂടുന്തോറും നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നതാണ്. അതായത് പണ്ട് 60s വോൾവോ സീറ്റ് ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കൂടുതൽ കാറുകൾ കൂടുതൽ സേഫായി, പക്ഷേ ഡ്രൈവേഴ്സ് ഈ സേഫ്റ്റിയുടെ ബേസിസിൽ കൂടുതൽ അഗ്രസീവായി തുടങ്ങി. ഇതാണ് ആ സ്റ്റഡിയുടെ റിസൾട്ട്. അത് ഇന്നും റെലവൻ്റ് ആണ്. സേഫ്റ്റി കൂടുന്തോറും നമുക്കൊരു ഇൻവിൻസിബിൾ ഫീലിംഗ് വരും, നമുക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് പതിയെ ഓവർ കോൺഫിഡൻസായി മാറുകയും ചെയ്യും. ഇത് പൊതുവായി കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇതൊരു കോമൺ സൈക്കോളജിക്കൽ മിസ്റ്റേക്കാണ്. ഒരു ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സേഫായെന്ന് തോന്നും, അതുകൊണ്ട് കൂടുതൽ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സേഫ് ആവില്ല. കയ്യിലുള്ള ഫോൺ വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞ് അത് പോക്കറ്റിലിട്ട് നീന്താൻ പോയി കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണമെന്നില്ല. സോ ഈ സെയിം പ്രിൻസിപ്പിളാണ് ഡ്രൈവിങ്ങിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇരുതല മൂരി എന്ന് വേണേൽ വിളിക്കാം. കാരണം അതിന് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കാർ മാർക്കറ്റിൽ കണ്ടൊരു ഡേഞ്ചറസ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഈ സേഫ്റ്റി റേറ്റിംഗ്സിനെ അവർ വല്ലാതെ പബ്ലിഷ് ചെയ്യുകയാണ്. ആ സേഫ്റ്റി റേറ്റിംഗ് നല്ല കാര്യമാണ്, ഇതുവരെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അതിനൊരു ഓവർ ലൈൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. ഈ ഗ്ലോബൽ എൻക്യാപ്പിനെയും ഭാരത് എൻക്യാപ്പിനെയും സ്ഥാനത്തും അസ്ഥാനത്തും ആൾക്കാരടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബൽ എൻക്യാപ്പും ഭാരത് എൻക്യാപ്പും ഒരു കൺട്രോൾഡായ ഒരു സ്പെസിഫിക് സിനാരിയോയിൽ ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഫ്രണ്ടൽ ടെസ്റ്റ് ആണെങ്കിലും സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് ആണെങ്കിലും ചൈൽഡ് സേഫ്റ്റി ടെസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം ഒരു സ്പെസിഫിക് കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ഈ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ്. അതിനർത്ഥം എന്ത് തരം ക്രാഷിനെയും സർവൈവ് ചെയ്യുമെന്നുള്ളതല്ല. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ക്രാഷുകളുണ്ട്. ഈ ഫ്രണ്ടിലെ ക്രംബിൾ സോണിനെ മിസ് ചെയ്ത്
സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി മിസ് ചെയ്ത് സൈഡിൽ നിന്ന് ചെത്തിയെടുക്കുന്ന പോലത്തെ ഓരോ ആക്സിഡൻറ്റ്സ് നടക്കാറുണ്ട്. അതാണ് ഓഫ്സെറ്റ് കളീഷൻ എന്ന് പറയുന്നത്. അത് ഇതിനേക്കാളും ഡേഞ്ചറസ് ആണ്. അങ്ങനെ പല വേരിയബിൾസ് ഉണ്ട്. സോ GNCAP റേറ്റിംഗും ഭാരത് NCAP റേറ്റിംഗും ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അത് സേഫ്റ്റിയുടെ ഒരു അൾട്ടിമേറ്റ് ക്വാളിറ്റിയായി നിങ്ങൾ കാണരുത്. ഇനി നോക്കേണ്ടത് ബേസിക് ഫിസിക്സ് ആണ്. ഞാൻ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, പക്ഷേ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാ മൂവിങ് ഒബ്ജക്റ്റിനും കൈനറ്റിക് എനർജി ഉണ്ട്. ആൻഡ് കൈനറ്റിക് എനർജിയുടെ റേഷ്യോ വളരെ സിമ്പിളാണ്. 1/2 mv². അതിൽ m എന്ന് പറഞ്ഞാൽ മാസ്, v ഇൻറ്റു വെലോസിറ്റി. സോ ഇതിൽ സംഭവിക്കുന്നത് എന്താ, ഒരു മൂവിങ് കാറിന് അതിൻ്റേതായ കൈനറ്റിക് എനർജി ഉണ്ട്, അതായത് അതിൻ്റെ എനർജി ഓഫ് മോഷൻ. പക്ഷേ ഒരു ക്രാഷ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു കാറ് ഒരു ഒബ്ജക്റ്റായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ഈ കാറിലുള്ള കൈനറ്റിക് എനർജിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം അല്ലേ. ഇത് ഓൾറെഡി അത് ക്യാരി ചെയ്ത കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി മറ്റ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ആവും. ആദ്യം സംഭവിക്കുന്നത് പ്ലാസ്റ്റിക് ഡിഫോമേഷനാണ്. അതായത് മെറ്റൽസ് എല്ലാം ക്രംബിൾ ചെയ്യുമ്പോൾ ഈ കൈനറ്റിക് എനർജി ഡിഫോം ചെയ്ത് ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറും. 2 ഹീറ്റാണ്. ഈ സഡൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനും അതുപോലെ തന്നെ ഡിഫോമേഷനും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. 3ാമത്തത് സൗണ്ടാണ്, ശബ്ദം. അതാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഭീകരമായ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ഈ കൈനറ്റിക് എനർജി സൗണ്ടായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണത്. സ്പീഡ് കൂടുന്തോറും നമുക്ക് ഈ ഫോർമുല നോക്കിയാൽ അറിയാം, 1/2 mv² ആണ്. അതായത് സ്പീഡ് കൂടുന്തോറും കൈനറ്റിക് എനർജി ഡബിൾ ചെയ്യല്ല. നമ്മുടെ സ്പീഡ് 60 നിന്ന് 120 ആകുമ്പോഴത്തേക്കും കൈനറ്റിക് എനർജി ഡബിൾ ചെയ്യല്ല, ക്വാഡ്രപ്പിൾ ചെയ്യാണ്, 4 ഇരട്ടിയാവും. ഒരു 100 കിലോമീറ്ററിൻ്റെ ആക്സിഡൻറ്റിന് കിട്ടുന്ന ഫോഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു 3 നില കെട്ടിടത്തിൽ നിന്ന് ഒരു ആന, ഒരു ഫുൾ സൈസ് ആന താഴത്തേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സാണ് ഒരു 100 കിലോമീറ്ററിൽ നിങ്ങളുടെ കാർ പോയി കൊളൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത്രയും ഭീകരമാണ് ഓരോ ആക്സിഡൻറ്റുകളും. സോ ഒരിക്കലും ആക്സിഡൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. നിങ്ങളുടെ കാറിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് എന്നൊരു കാരണം കൊണ്ട്. ഇതിൽ പ്രധാനമായിട്ട് 2 പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഈ കാർ കമ്പനികൾ സേഫ്റ്റി റേറ്റിങ്ങിനെ ഒരു മാർക്കറ്റിംഗ് സൂപ്പർ പവറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാറിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഡെലിവറിക്ക് ശേഷമാണ് കസ്റ്റമേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇന്നത്തെ കാറുകൾക്കാണെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. പക്ഷെ നമ്മളവിടെ സംഭവിക്കുന്ന കാര്യം എന്താ, ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി ഈ പറഞ്ഞ പോലെ കേക്കൊക്കെ കട്ട് ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്യും. അത് കഴിഞ്ഞ് കഷ്ടിച്ചൊരു 5-10 മിനിറ്റിൽ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ എല്ലാം ചെയ്യും. പക്ഷേ അപ്പോൾ കസ്റ്റമറിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആലോചിക്കണം. അയാൾ ഒരുപാട് സന്തോഷത്തോടെ ഫാമിലിയുടെ കൂടെ അവിടെ നിൽക്കുകയാണ്, അയാൾ വളരെ പ്രൗഡാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും കോംപ്ലക്സ് ആയ ഫീച്ചേഴ്സ് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല. പിന്നെ ഇന്ത്യക്കാരാണല്ലോ, ഇന്ത്യക്കാർക്ക് പ്രത്യേകത ഉണ്ട്, അറിയില്ലെങ്കിലും അറിയില്ല എന്ന് പറയില്ല. അപ്പോൾ പലപ്പോഴും അത് മനസ്സിലായില്ല എന്ന് പറയാൻ ചിലപ്പോൾ അയാൾക്ക് സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ അയാളുടെ അഭിമാനം അയാളെ സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇതിനൊക്കെ ഡേഞ്ചറസ് കോൺസിക്വൻസസ് ഉണ്ട് ലോങ് ടേമിൽ. കാരണം ഒരു വണ്ടിയായിട്ട് പരിചയപ്പെട്ട് വരാൻ കുറച്ച് സമയമെങ്കിലും എടുക്കും. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് പ്രോപ്പർ ഡ്രൈവർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. മെർസിഡീസിനൊക്കെ ഇന്ത്യയിൽ, ഐറണി എന്ന് വെച്ചാൽ ഓണേഴ്സിനല്ല, ഡ്രൈവേഴ്സിന് ഒരു ഡ്രൈവർ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതായത് ഈ പറഞ്ഞ ലക്ഷറി കാറുകളിലെ ഡ്രൈവേഴ്സിനെ അവർ ഗ്രൂപ്പായി കൊണ്ടുവന്ന് ആ കാറിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഇത് നോർമൽ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇമ്മീഡിയറ്റ്ലി കമ്പനികളും ഡീലേഴ്സും ചെയ്യേണ്ടത്, സ്പെഷ്യലി ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള കാറുകളുടെ ഡീലർഷിപ്പ് ചെയ്യേണ്ട കാര്യം, ഒരു ബാച്ച് ഒരു എഡ്യൂക്കേഷണലായിട്ട് ഒരു ഗ്രൂപ്പിനെ വിളിക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഓണേഴ്സിനെ വിളിച്ചിട്ട് ഒരു 1 ഡേ ട്രെയിനിങ് ആ കാറിനെ കുറിച്ച് കംപ്ലീറ്റ്ലി കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഓണേഴ്സിനും ആ വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാവും. ഇപ്പോൾ ഹാരിയർ EVയുടെ ആക്സിഡൻറ്റ് സംഭവിച്ച പോലെ അത്രയും മോശമായ സിറ്റുവേഷനിൽ ഒരിക്കലും കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്ത് പോവില്ല. കാരണം സമൺ മോഡാണെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ച് കൂടാന്നുള്ളതൊക്കെ നിർബന്ധമായിട്ടും കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സിനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സോ 4 ആക്സിഡൻറ്റുകളുടെ കഥയാണ് നമ്മളിന്ന് കണ്ടത്. സെയിം സ്റ്റോറി, ഡിഫറെൻറ്റ് കാസ്. ഇവിടെ ആക്സിഡൻസിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ആളുകളുടെ സേഫ്റ്റിക്കാണ്. സോ നിങ്ങളുടെ കാറിൻ്റെ സേഫ്റ്റി ഫീച്ചർ ഒരു സേഫ്റ്റി ഫീച്ചർ മാത്രമാണ്, അത് നിങ്ങൾക്ക് അമരത്വം തരുന്ന ഒരു ഫീച്ചറല്ല. അതുകൊണ്ട് കാറിനെയും നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസിനെയും വളരെ റെസ്പെക്റ്റോടു കൂടി സമീപിക്കുക. ട്രാഫിക് സൈക്കോളജി എന്നൊരു മേഖലയുണ്ട്. അതായത് ഒരു ഡ്രൈവറിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഘടകങ്ങളെയും അനലൈസ് ചെയ്യുന്നൊരു ഏരിയയാണിത്. അവിടെ പ്രൊപ്പൻസിറ്റി ഫോർ അഗ്രഷൻ, നിങ്ങൾക്ക് അഗ്രസീവ് ആയിട്ടുള്ള നേച്ചറാണോ ഉള്ളത്, ടൈപ്പ് എ പേഴ്സണാലിറ്റി, അതായത് കുറച്ചും കൂടെ എന്താ പറയുക ഡോമിനൻ്റ് ആയിട്ടുള്ള ഏണി വയ്ക്കാനൊക്കെ ടെൻഡൻസി ഉള്ള ആളാണോ, അതുപോലെ തന്നെ ത്രിൽ സീക്കിംഗ് നേച്ചർ, അതായത് സെൻസേഷൻ സീക്കിംഗ്, സ്പീഡിൽ നിന്ന് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരാളാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ പ്രായം, ഒരു 18 മുതൽ 25 വയസ്സ് വരെയുള്ള പ്രായക്കാർ കൂടുതൽ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ബിഹേവിയർ കാണിക്കാറുണ്ട്. എന്നാൽ അതേസമയം മെച്ചോർഡായ ആൾക്കാർ, അതായത് ഏജ്ഡായ ആൾക്കാർ അഗ്രസീവ് ഡ്രൈവിംഗ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ആളുകൾക്കും എക്സ്പീരിയൻസ് കൂടുന്തോറും ട്രാഫിക് വയലേഷൻ ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടുകയാണ്. അതും ഈ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളും കൂടെ ചേർന്ന് വരുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് ഓടിക്കാൻ നോക്കുക. മറ്റൊരു ഡ്രൈവറെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല.
പക്ഷേ നിങ്ങൾക്ക് റെസ്പോൺസിബിളായിട്ട് നിങ്ങൾക്ക് സേഫായിട്ട് ഓടിക്കാൻ പറ്റും. അത് 5 സ്റ്റാർ സേഫ്റ്റിയുള്ള കാറായാലും 1 സ്റ്റാർ സേഫ്റ്റിയുള്ള കാറായാലും യു ആർ ഇൻ കൺട്രോൾ. സോ ഓൾവേസ് ഡ്രൈവ് സേഫ്.